നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാമ്പ് നോയിലോട്ടുള്ള തിരിച്ചുവരവ് രാജകീയമായി തന്നെ ബാർസലോണ ആഘോഷിച്ചിരിക്കുകയാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോനെ 4-0 തോപ്പിച്ചുകൊണ്ട് ബാർസലോണ ന്യൂ ക്യാമ്പ് നോയിലോട്ടുള്ള തിരിച്ചുവരവ് ആഘോഷിച്ചിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് സെയിം പോയിന്റ്സിലായിട്ടുണ്ട്. ഇന്ന് റയൽ മാഡ്രിഡ് എൽച്ചനെ നേരിടാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സീ എന്താവുമെന്ന്. ആൻഡ് ഫസ്റ്റ് ഗോൾ ന്യൂ ക്യാമ്പ് നോയിൽ ഫസ്റ്റ് മാച്ചിൽ ക്യാപ്റ്റനായിട്ട് തന്നെ ഇറങ്ങിയത് ലെവൻഡോസ്കിയാണ്. അങ്ങനെ തന്നെ ഹിസ്റ്റോറിക്കലി ആറിൽ ഇടം പിടിച്ചു. കൂടാതെ ഫസ്റ്റ് ഗോളും ന്യൂ ക്യാമ്പ് നോയിൽ സ്കോർ ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ബാർസലോണയുടെ ആൻഡ് ഹിസ്റ്ററി ബുക്കിൽ റോബർട്ട് ലെവൻഡോസ്കി ഇടം പിടിച്ചിരിക്കുകയാണ്. ആൻഡ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ലൈനപ്പാണ് നിങ്ങൾക്ക് ഇപ്പം കാണാം. ഡാനി ഓൾമോ, എറിക് ഗാർഷ്യ ആൻഡ് ഫെർമിൻ ലോപ്പസ് മിഡ്ഫീൽഡ് 3 ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ജെറാർഡ് മാർട്ടിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് ഫസ്റ്റ് ഹാഫ് യൂസ് ചെയ്തു. അത് വർക്ക് ചെയ്യുകയും ചെയ്തു. ജെറാർഡ് മാർട്ടിൻ ലുക്ക് ഗുഡ്. ആള് മെയിൻലി ആളുടെ പാസിംഗ് റേഞ്ച് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴേക്കുള്ള ഗുണം എടുത്ത് കാണാമായിരുന്നു. കാരണം ഇന്നലെ കുബാർസി വാസ് സോ കംഫർട്ടബിൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ. സൂപ്പർബായിട്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുബാർസി കളിച്ചു. ഇന്നലെ ആകെപ്പാട് 107 പാസുകളിൽ 106 ആൾ കംപ്ലീറ്റ് ചെയ്തു. സൂപ്പർബായിട്ട് തന്നെ കുബാർസി കളിച്ചു. അതുപോലെ തന്നെയാണ് ജെറാർഡ് മാർട്ടിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ജെറാർഡ് മാർട്ടിൻ ഇന്നലെ ഏരിയയൊക്കെ ഹീ ലുക്ക് ഗുഡ്. പിന്നെ ആൾ ബിൽഡപ്പിൽ റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു. ലെഫ്റ്റ് ഫുട്ടഡ് CB ആയതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ബോൾ നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോളിൽ ഒരു റോൾ ആൾ വഹിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. എടുത്തു പറയേണ്ട കാര്യം ഇന്നലത്തെ മാച്ചിൽ ആ റോൾ ശരിക്കും വർക്ക് ചെയ്തു. ഓക്കെ, ചെൽസി മാച്ചിൽ ഇത് എനിക്ക് സാധ്യത കാണുന്നില്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു മാൾഡേനെ ചെറിയൊരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് മാറ്റിയപ്പോഴേക്കും ജെറാർഡ് മാർട്ടിൻ തിരിച്ച് ലെഫ്റ്റ് ബാക്കിലോട്ട് പോയി. അറോഹോ CB ആയിട്ട് വന്നു. കുബാർസി ലെഫ്റ്റ് സൈഡ് CB എന്ന സിനാരി നമ്മൾ കണ്ടു. സോ എഗെയിൻസ്റ്റ് ചെൽസി ഞാൻ കൂടുതലും കാണുന്നത് മേ ബി എറിക് ഗാർഷ്യ തിരിച്ച് CBയിലോട്ട് വരുന്നൊരു സിനാരിയോ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു 45 മിനിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ജെറാർഡ് മാർട്ടിൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ എറിക് ഗാർഷ്യയുടെ പെർഫോമൻസ് സൂപ്പർബായിരുന്നു. പിച്ചിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പുള്ളി ശരിക്കും ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന് പറയുന്നത് തന്നെ അണ്ടർ റേറ്റ് ചെയ്യുന്നതാണ്. കാരണം യൂട്ടിലിറ്റി അല്ല, പുള്ളിന് ഏത് പൊസിഷനിൽ ഇട്ടാലും പുള്ളി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ജോർജ് ജസ്റ്റസ് ഇന്നലെ ഡീപ്പിൽ ഇപ്പോൾ ഇന്നലെ ഓൾമോയുടെ പെർഫോമൻസ് കുറച്ച് പേര് ക്രിട്ടിസൈസ് ചെയ്യുമായിരിക്കും. പക്ഷേ ഫോർ മീ ഓൾമോ വാസ് ഓക്കെ സ്റ്റർ. ആൾ ഇന്നലെ നല്ലോണം പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 2-3 മിസ് പാസുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നലെ ഓൾമോനെ ആളുടെ സ്ട്രോങ് പൊസിഷനിലല്ല കളിപ്പിച്ചത്. എറിക് ഗാർഷ്യയിലും ഡീപ്പിലാണ് പലപ്പോഴും ഓൾമോ ഓപ്പറേറ്റ് ചെയ്തത്. സോ ഓൾമോയുടെ സ്ട്രോങ് റോളല്ല കളിപ്പിച്ചത്. ഫെർമിൻ കുറച്ചുകൂടി പുഷ് ചെയ്തു. എറിക് ഗാർഷ്യ പലപ്പോഴും പുഷ് ചെയ്യുന്നതായിരുന്നു. ഓൾമോ അപ്പം ഡീപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഓൾമോനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഓൾമോയുടെ സ്ട്രോങ് റോളിലല്ല കളിച്ചത്. എന്നിട്ട് ഹീഡിഡ് ഓക്കെ 2-3 മിസ് പാസുകൾ ഒഴിച്ച് നിർത്തിയാൽ അത് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തവർക്ക്. പക്ഷേ എന്നാലും ആ ഒരു സിനാരി ഒഴിച്ച് നിർത്തിയാൽ അതിന് ഇന്നലെ ഫെർമിൻ ലോപ്പസും എറിക് ഗാർഷ്യ മിഡ്ഫീൽഡിൽ അഴിഞ്ഞാടുമായിരുന്നു. ഫെർമിൻ ലോപ്പസ് മാൻ വാട്ട് എ പ്ലെയർ. ഇന്നലെ ഒരു ഗോളും സ്കോർ ചെയ്തു. അത് മാത്രമല്ല ഫെർമിൻ ലോപ്പസിൻ്റെ ഓൺ ദ ബോൾ അബിലിറ്റി, പ്രസ് റെസിസ്റ്റൻ്റ് അബിലിറ്റി നമ്മൾ ഇന്നലെ കണ്ടു. ഓക്കെ, പുള്ളി പെഡ്രിയാണ് ഡിയോങ് ആണെന്നല്ല പറയുന്നത്. പക്ഷേ പുള്ളിനെ പ്രസ് ചെയ്യാനായിട്ട് വരുമ്പോൾ പുള്ളിയെ പ്രസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഡ്രിബിളിംഗ് ക്വാളിറ്റി നമുക്കറിയാം. ഗോൾ സ്കോറിംഗ് ത്രെട്ട് ഇന്നലെയും ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ആളുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിയാണ്. ബോൾ ലൂസ് ചെയ്താൽ ആൾ പൊസിഷൻ ഞാൻ ലെഫ്റ്റ് വെച്ച് ബോൾ ലൂസ് ചെയ്തു. റൈറ്റിലാണ് ബോൾ ലൂസ് ആക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്നല്ല, ലെഫ്റ്റിൽ നിന്ന് ആൾ റൈറ്റിലോട്ട് റണ്ണ് നടത്തുവാണ്. അമ്മാതിരി ഇൻറ്റൻസിറ്റി, ആ ഒരു ഫുൾ ഫ്രീഡം നമുക്ക് ഫെർമിനെ യൂസ് ചെയ്യേണ്ട അങ്ങനെയാണ്. ആൾക്കൊരു ഫുൾ ഫ്രീഡം, പിച്ചിൽ എവിടെ വേണേലും ഓടി വന്ന് പ്രസ് ചെയ്ത് കളിച്ചോളാം എന്നുള്ളൊരു ഫ്രീഡം. അത് ഫെർമിൻ അഴിഞ്ഞാടുമായിരുന്നു ഇന്നലെ, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ഗോൾ വന്ന സിനാരിയോ എടുത്ത് പറയേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പം കാണാം. ഫസ്റ്റ് ഗോൾ വന്ന സിനാരിയോയിൽ ഇപ്പം ഇവിടെയാണ് ഞാൻ ജെറാർഡ് മാർട്ടിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് പറയുന്നത്. സോ ഞാൻ ഇതിന് മുമ്പത്തെ മാച്ചുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ സെൻട്രൽ ബാക്സ് ലാസ്റ്റ് സീസൺ ഇനീഗോ ആണെങ്കിലും കുബാർസി ആണെങ്കിലും എസ്പെഷ്യലി ഇനീഗോ മോമെൻറ്റ് സെലക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് ചെയ്ത് പ്രസ് ചെയ്യും. അതായത് ഓക്കെ, നമ്മൾക്കറിയാം നമ്മൾ അഗ്രസീവ്ലി നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യും. അവർക്ക് ഈ സിനാരിയോയിൽ സെൻട്രൽ ബാക്സ് അവരുടെ ലൈൻ ഹോൾഡ് ചെയ്യുള്ളൂ. പക്ഷേ ഒപ്പോണൻറ്റ് ബോൾ റിക്കവർ ചെയ്ത് അവർ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിനാരിയോയിൽ ചിലപ്പം ഇനിഗോ മാർട്ടിനസ് ആ മോമെൻറ്റ് സെലക്ട് ചെയ്ത് അഗ്രസീവ്ലി ഫ്രണ്ടിലോട്ട് കയറി വരികയും ആ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ആ ബോൾ നമ്മുടെ പ്ലേയേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. സോ ആ ഒരു കേസ് സിനാരിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അവർ ബോൾ വിൻ ചെയ്തിട്ട് അവരുടെ പ്ലെയർ ബോൾ റിസീവ് ചെയ്ത് ടേൺ ചെയ്യാനായിട്ട് പോകുമ്പം ജെറാർഡ് മാർട്ടിൻ അഗ്രസീവ്ലി വന്ന് പ്രസ് ചെയ്യണം. അതിൻ്റെ എറിക് ഗാർഷ്യയോടെ കമ്പൈൻ ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു. നേരെ ലെവൻഡോസ്കിയിലോട്ട് പോകുന്നു. ലെവൻഡോസ്കിയുടെ ഒരു ഷോട്ട് ഉനൈസിമനെ ഈസിലി ബീറ്റ് ചെയ്യുകയാണ്. ഉനൈസിമൻ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കേസ്. നിങ്ങൾക്കാണ് അവിടെ ആ പ്ലെയറിനെ കാലോട്ട് ബോൾ കിട്ടിയിട്ട് ആൾ ടേൺ ചെയ്യാനായിട്ട് പോകുമ്പോൾ ബാക്കിൽ നിന്ന് നമ്മുടെ ജെറാർഡ് മാർട്ടിൻ ഫ്രണ്ടിലോട്ട് വന്ന് ആ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണം. ആ പ്ലെയറിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. സോ അങ്ങനെ എറിക് ഗാർഷ്യയും ജെറാർഡ് മാർട്ടിനോടെ കമ്പൈൻ ചെയ്ത് ആ ബോൾ വിൻ ചെയ്ത് ഗോളിലോട്ട് വരികയാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ മോമെൻറ്റ്. ഓക്കെ, ആ ഒരു ഇനിഷ്യേഷൻ ചെയ്തു. സോ ജെറാർഡ് മാർട്ടിന് ഗെയിം റീഡ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ആണ് ആളുടെ. ഓക്കെ, ആൾ ക്വിക്കസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരിക്കത്തില്ല, പക്ഷേ ആസ് എ സെൻറ്റർ ബാക്ക് ആൾക്ക് നല്ല റിക്കവറി പേസും ഉണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഏരിയയിൽ ഹീ ലുക്ക് ഗുഡ്. ഹീസ് അബൌവ് 6 foot. സോ അത്
ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ മോമെൻറ്റ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പാണ്. ലെമീൻ യമാൽ ഇന്നലത്തെ മാച്ചിൽ ഓക്കെ ഏറ്റവും ബെസ്റ്റ് യമാൽ പെർഫോമൻസ് നല്ല പറഞ്ഞു. പക്ഷേ നമ്മൾ യമാൽ തിരിച്ചു വരുന്ന കാണുകയാണ്. അല്ലെ ആളുടെ ആ ഒരു ഇഞ്ചറിക്ക് ശേഷം ആൾ റിക്കവർ ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുവാണ്. കാരണം ജൂൾസ് കുണ്ട ഇന്നലെ സൂപ്പർവൻ. ജൂൾസ് കുണ്ടയുടെ കഴിഞ്ഞ കുറേ മാച്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹി വാസ് ഫോക്കസ്ഡ് ഇൻ ദ ഗെയിം. കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു, കൂടുതൽ കമ്പൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ജൂൾസ് കുണ്ട ആളുടെ ബെസ്റ്റിലോട്ട് വരുന്ന സിനാരിയോ ഉണ്ട്. ആൻഡ് അതിനേക്കാൾ ഉപരി ലാസ്റ്റ് 2 മാച്ചായിട്ട് എനിക്ക് ഏറ്റവും ബിഗസ്റ്റ് പോസിറ്റീവായിട്ട് തോന്നുന്നത് യമാലിൻ്റെ ഓഫ് ദ ബോൾ വർക്ക്ലോഡാണ്. ഓഫ് ദ ബോൾ യമാൽ നല്ലപോലെ വർക്ക്ലോഡ് ചെയ്യുന്നുണ്ട്, പ്രസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻസിറ്റി കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് മാച്ചിലേക്കാളും ബെറ്ററായിട്ട് ഈ മാച്ചിൽ വന്നു. സോ പുള്ളി ആ ഇഞ്ചറിയിൽ നിന്ന് റിക്കവർ ആവുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. അതിന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ 2 അന്യായ അസിസ്റ്റുകൾ. അല്ല ഫസ്റ്റ് അസിസ്റ്റ്, ആ അസിസ്റ്റ് വരുന്നതിന് മുമ്പും യമാൽ ഡ്രോപ്പ് ചെയ്ത് പ്രസ് ചെയ്യുന്നുണ്ട്, കുണ്ടേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുണ്ടെ ബോൾ വിൻ ചെയ്യുന്നു, യമാലിന് കൊടുക്കുന്നു. യമാലും കുണ്ടയും ഫെർമിനോടെ കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഫെർമിൻ യമാലിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് യമാലിൻ്റെ ആ ഒരു ട്രിവേല പാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഒരു 1.5 പാസ്സായിരുന്നു. അത് കറക്റ്റ് ഫെറാൻ ടോറസിൻ്റെ കാലിലോട്ട് ആയിരുന്നു. ഫെറാൻ ടോറസിൻ്റെ ഫസ്റ്റ് ടച്ച് അടിപൊളിയാണ്. ആൻഡ് ഫെറാൻ ടോറസിൻ്റെ ഒരു ഫിനിഷ് സൂപ്പർ അല്ലായിരുന്നു. പക്ഷേ ഉനൈ സിമൻ ഹെൽപ്പ് ചെയ്തു. ഉനൈ സിമൻ അത് സേവ് ചെയ്യായിരുന്നു. പക്ഷേ ഉനൈ സിമൻ അത് സേവ് ചെയ്യുന്നില്ല. ഗോളായിട്ട് കയറുകയാണ്. ബാർസലോണ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് 2-0 ലീഡ് എടുക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണ് തുടങ്ങുന്നത്. സോ ഇതിനെല്ലാം ഇടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ജോൺ ഗാർഷ്യ ഇന്നലത്തെ മാച്ചിൽ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് ഹ്യൂജ് ബൂസ്റ്റ് ആയിരുന്നു നമുക്ക്, ഹ്യൂജ് ബൂസ്റ്റ്. കാരണം ബിൽഡപ്പ് ഫേസിൽ ജോൺ ഗാർഷ്യ ഒരു എക്സ്ട്രാ ബോഡിയായിട്ട് നമ്മൾക്ക് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷെസ്നി നല്ല ഷോർട്ട് സ്റ്റോപ്പറൊക്കെയാണ്. പക്ഷേ ഷെസ്നിയുടെ കാലിലോട്ട് ബോൾ ചെല്ലുമ്പോഴേക്കും ആൾ ക്ലിയർ ചെയ്യുകയും ഒപ്പോണൻ്റെ കാലിലോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജോൺ ഗാർഷ്യയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ കുബാർസിയും ജെറാഡ് മാർട്ടിനും പ്രഷറിലാണെങ്കിലും ദേ ക്യാൻ പാസ് ഇറ്റ് വരും. അഥവാ പ്രസ് വരുന്നുണ്ടെങ്കിലും പുള്ളി ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ആണെങ്കിലും അവർ ഒപ്പോണൻറ്റിൻ്റെ 2 അറ്റാക്കേഴ്സ് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിലും അവർക്കിടയിലൂടെ ആ ഒരു സ്പ്ലിറ്റിംഗ് പാസ് ഫൈൻഡ് ചെയ്തിരിക്കും. അതിന് ആളുടെ ലോങ് ബോൾസും കൂടുതൽ ആക്യുറേറ്റ് ആണ്. സോ അത് നമ്മളെ റിയലി ഹെൽപ്പ് ചെയ്തു ബിൽഡപ്പ് ഫേസിൽ. കൂടാതെ ഇന്നലെ നമ്മൾ ക്ലീൻ ഷീറ്റ് 2 മാസത്തിന് ശേഷമാണ് ഒരു ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഗെറ്റാഫയ്ക്ക് അഗെയിൻസ്റ്റ് ഉള്ള 2 മാസം മുമ്പ് കണ്ടായിരുന്നു ആ മാച്ച്, സെപ്റ്റംബറിലായിരുന്നു തോന്നുന്നു ആ മാച്ച് നടന്നത്. അതിനുശേഷം നമ്മൾ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ക്ലീൻ ഷീറ്റിംഗ് കീപ്പ് ചെയ്തു. അതിൽ ജോൺ ഗാർഷ്യ റിയലി ഹെൽപ്പ് ചെയ്തു. ഇന്നലെ അവരാണെങ്കിലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് ഡിയോങ് ഇല്ല, പെഡ്രി ഇല്ല. സോ നമുക്ക് മിഡ്ഫീൽഡ് ഓക്കെ ഗെയിം കൺട്രോൾ ചില സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും അവർ ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു. അവർക്ക് നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഇനിയാക്കി വില്യംസ് ഇന്നലെ ഇല്ലായിരുന്നു. ഉനൈ ഗോമസിനെയാണ് CF ആയിട്ട് കളിപ്പിച്ച, ഹു ഈസ് ടെക്നിക്കലി മിഡ്ഫീൽഡർ. സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ചാൻസുകൾ കൊടുക്കും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇന്നലെ, അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇന്നലെ നമ്മുടെ പ്രസിംഗ് സ്ട്രക്ചർ വാസ് സോ ഗുഡ്, അടിപൊളി പ്രസിംഗ് സ്ട്രക്ചർ ആയിരുന്നു. സോ ആ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ നമ്മൾ ഫെർമിനിലൂടെ ഒരു ഗോൾ ഫൈൻഡ് ചെയ്യുന്ന സിനാരി കാണാം. അവിടെ എറിക് ഗാർഷ്യ പുഷ് ചെയ്യുന്നതാണ്. എറിക് ഗാർഷ്യ പുഷ് ചെയ്യുന്നു, ബോളുമായിട്ട് വരുന്നു. ഫെറാൻ ടോറസിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അത് ഫെറാൻ്റെ പാക്ക് പാസ് ഫെർമിനിലോട്ട് വരുന്നു. ഫെർമിൻ എറിക് ഗാർഷ്യയായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. എറിക് ഗാർഷ്യ ഫെർമിനെ ഫൈൻഡ് ചെയ്യുന്നു. ഫെർമിൻ്റെ ഒരു കിഡിലൻ ഷോട്ട്. ബാർസലോണ 3-0 ലീഡ് എടുക്കുകയാണ്. സൂപ്പർ പെർഫോമൻസ് ഫ്രം FC ബാർസലോണ 3-0 കംഫർട്ടായി. ഇതിനിടയ്ക്ക് സാൻസെറ്റ് ഫെർമിനെ ഫൗൾ ചെയ്യുകയും 10 പേരായി അവർ ചുരുങ്ങുകയും ചെയ്യുന്നു. പിന്നെ കാര്യങ്ങൾ നമുക്ക് കംഫർട്ടായി. സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. ഡ്രൂ ഫെർണാണ്ടസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ചെറിയ ചേഞ്ച്. ഫെർമിനെ മാറ്റുന്നു, ലെവൻഡോസ്കിനെ മാറ്റുന്നു. സോ നമ്മൾ അത്യാവശ്യം സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് നമ്മൾ നോക്കി നിന്ന് ആ മോമെന്റ് വരികയാണ്. നമ്മുടെ കപ്പിത്താൻ റാഫീന ഈസ് ബാക്ക് ഇൻ ടു ദ പിച്ച്. റഫീന ഡാനി ഓൾമോയ്ക്ക് വരമ്പിച്ച് വരുന്ന ഒരു അന്യായ ഓവേഷനാണ് ആൾക്ക് കൊടുത്തത്. റിയൽ ക്യാപ്റ്റൻ, നമ്മുടെ ഫ്രണ്ട്, നമ്മളെ ലീഡ് ചെയ്യുന്ന ക്യാപ്റ്റൻ അല്ലേ, റഫീന ഈസ് ബാക്ക്. ആൾ പിച്ചിൽ ഇറങ്ങുന്നത് ദാറ്റ് വാസ് എ ഗ്രേറ്റ് മോമെന്റ് ഫോർ അസ്. ആൻഡ് പിന്നീടാണ് ആ മോമെന്റ് ഓഫ് മാജിക് ഫ്രം നമ്മുടെ യമാലിൻ്റെ 4ാമത്തെ ഗോളിന് വേണ്ടിയുള്ള ആ ഒരു മോമെന്റ്. മാൻ 1.5 സാധനമായിരുന്നു മോൻ. ആ ക്ലിപ്പ് പറ്റുവാണ്, നിങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് കയറി കാണാം. ഇത് സ്ക്രീൻഷോട്ട് ജസ്റ്റിഫൈ ചെയ്യത്തില്ല പുള്ളി ചെയ്ത കാര്യം. സോ ഇവിടെ നമ്മുടെ യമാലിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുന്നു. യമാൽ 2 പ്ലേയേഴ്സിൻ്റെ പ്രസ് വീറ്റ് ചെയ്യുന്ന 3ാമത് വരുന്ന പ്ലെയറിനെ ഡ്രിബിൾ ചെയ്തിട്ട് ആ ടൈറ്റ് ആംഗിളിൽ നിന്ന് ആ ഫെറാൻ ടോറസിനെ ഫൈൻ ചെയ്യണം. വാട്ട് എ പാസ് ടു ഫൈൻ ഫെറാൻ ടോറസ്. ആൻഡ് ഫെറാൻ ടോറസ് അവിടുന്ന് പോയി ഫിനിഷ് ചെയ്യാണ് മാൻ. അവിടുന്ന് ഫെറാൻ ടോറസ് ഫിനിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ റിയലി ഫ്രസ്ട്രേറ്റ് ആയതിനെ. ബാർസലോണ 4-0 ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് വരുവാണ്. സോ സാറ്റിസ്ഫൈഡ്, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ക്ലീൻ ഷീറ്റ്സ് കീപ്പ് ചെയ്തതും ഇഞ്ചറി മാറി പ്ലേയേഴ്സ് വന്നതും. അടുത്ത ചെൽസി ആയിട്ടാണ്. പെഡ്രി ആ മാച്ചിൽ ചിലപ്പം ബെഞ്ചിൽ കാണുമെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ. ഫ്രാങ്കിയൊക്കെ സസ്പെൻഷൻ മാറി വരും. പെഡ്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. റഫീനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ മാച്ചിൽ റാഷ്ഫോർഡ് ഇല്ലായിരുന്നു, ഫ്ലൂ കാരണം ആൾ ഔട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഫെറാൻ ടോറസിൻ്റെ 2 ഗോളും ആളുടെ പെർഫോമൻസ് നൈസായിരുന്നു. ലെവൻഡോസ്കി ലുക്ക് ഗുഡ്. ഒരു റെസ്റ്റ്, നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടി, അതിൻ്റെ നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. സോ ഒരു ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹാൻസ് സിപ്ലിക്കിനെ സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലാണ് കാര്യം. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പെർഫോമൻസ്, എസ്പെഷ്യലി പ്രസിംഗ് ഇൻറ്റൻസിറ്റിയിലും. സോ അവിടെ നമ്മൾ നേരെ പ്രീമിയർ ലീഗിലോട്ട് കിടക്കുവാണെങ്കിൽ ഇന്നലെ പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ ലിവർപൂൾ വീണ്ടും തോറ്റിരിക്കുകയാണ്. ബ്രോ, കഴിഞ്ഞ 7 മാച്ചുകളിൽ ലീഗിൽ 6 മാച്ചുകൾ അവർ തോറ്റിരിക്കുകയാണ്.
ആദ്യത്തെ 5 കളി ജയിച്ചു തുടങ്ങിയ ടീമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. 11th ഇൻ ദ ലീഗായിട്ട് ഇരിക്കുന്നുണ്ട്. 11ാമത്തെ പൊസിഷനിലോട്ട് പോയിരിക്കുന്നത്. 3-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ അല്ല, ഹോമിൽ ആൻഫീൽഡിൽ വന്നാണ് തോപ്പിച്ചിരിക്കുന്നത്. സോ ലിവർപൂളിന്റെ ലൈനപ്പ് നിങ്ങൾ നോക്കുക. അലിസൺ ഇന്നലെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. എക്കിറ്റിക്കേനെ ആൾ ബെഞ്ച് ചെയ്തിട്ട് ഇസാക്കിനെ സ്റ്റാർട്ട് ചെയ്തു വെൻ ഈ വാസ്. അതിനെടുത്ത് പറയേണ്ട കാര്യം സലയും യാക്പോ ആയിരുന്നു. ഈ സബോസ്ലായി റൈറ്റ് ബാക്ക്, കേർട്ടിസ് ജോൺസ് മിഡ്ഫീൽഡിൽ വന്നു. സോ അവർക്കിടയിൽ ഇന്റർചേഞ്ച് ചെയ്യുന്ന ഇടയ്ക്ക് ജോൺസ് റൈറ്റ് ബാക്ക് റോളിലോട്ടും പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടീമിന്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഞാൻ എടുത്തു പറയാണ്, അർണേ സ്ലോട്ടിന് ഈ ടീമിന്റെ മേലെ ഒരു ഗ്രിപ്പില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അർണേ സ്ലോട്ട് ക്ലിയർലി ഐഡിയാസിൽ ആക്റ്റീവാണ്. പുള്ളിക്ക് മറ്റൊരു ഐഡിയ ഇല്ലാത്ത പോലെ തോന്നുവാണ്. പുള്ളി വേഴ്സറ്റൈൽ ആവുന്നില്ല. സോ ഈ ഒരു ടീം ലോ ബ്ലോക്ക് അല്ല സെറ്റ് ചെയ്യുന്നത്, മിഡ് ബ്ലോക്കും അല്ല സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലോ ബ്ലോക്കും അല്ല, മിഡ് ബ്ലോക്കും അല്ല. പക്ഷെ നമുക്ക് പൊസിഷൻ ചെയ്തിരിക്കുന്ന രീതി വെച്ച് അഗ്രസീവ്ലി പ്രസ് ചെയ്യണം. അതായത് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അഗ്രസീവ്ലി പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ എന്താണ്, ആ പ്രസ് ബീറ്റ് ചെയ്താലും ബിഹൈൻഡ് നമ്പേഴ്സ് കാണത്തില്ല. ഓക്കെ, പക്ഷെ ആ കമ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അഗ്രസീവ് ആയിരിക്കണം. ഓക്കെ, ഇത് സെറ്റപ്പ് ചെയ്തത്, അതായത് റെസ്റ്റ് ഡിഫൻസ് ഷേപ്പ് വാസ് സോ ബാഡ്. അഥവാ ബോൾ ലൂസ് ചെയ്യുമ്പോൾ ഇവർ സെറ്റപ്പ് ചെയ്യുന്നത് അഗ്രസീവ്ലി കൗണ്ടർ പ്രസ് ചെയ്യുക, നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ അഗ്രസീവ്ലി കൗണ്ടർ പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ അഗ്രസീവ്നെസ് വന്നില്ലെങ്കിൽ, ഹാഫ് ഹാർട്ടർ ആണെങ്കിൽ അത് വർക്കാവത്തില്ല. സോ പ്ലേയേഴ്സ് ഹാഫ് ഹാർട്ടർലി ആണ് പ്രസ്സിന് പോകുന്നത്. പ്രസ് ചെയ്യുന്നുള്ളതെന്ന് തന്നെ ഡൗട്ടാണ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ. കൂടെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുകയും കൂടെ, ആൻഡ് പ്രസ് അഗ്രസീവും അല്ല. സോ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒപ്പോണന്റിന് കാര്യങ്ങൾ വളരെ എളുപ്പമാവും. സോ അർണേ സ്ലോട്ടിന് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇത് കോച്ചിങ്ങിൻ്റെ ഇഷ്യൂ തന്നെയാണ്. പ്ലേയേഴ്സിന് ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കോച്ചിങ്ങിൻ്റെ ഇഷ്യൂ എടുത്ത് കാണുന്നുണ്ട്. ഒന്ന്, ഈ ലൈനപ്പ് പുള്ളി ഇറക്കുന്നതിൽ ദർ ഈസ് സം ഇഷ്യൂസ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, പുള്ളി ഇറക്കുന്ന ലൈനപ്പിനേക്കാളുപരി പ്ലേയേഴ്സിന് പുള്ളി കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. കാരണം പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആണ്. എസ്പെഷ്യലി ബോൾ ലൂസ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. കൊണാട്ടെ ഹാഡ് വൺ ഓഫ് ഹിസ്, കൊണാട്ടെ ഓരോ മാച്ചിലും വേഴ്സ് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 55ാം മിനിറ്റിൽ തന്നെ ആളെ മാറ്റി ഡെക്കിറ്റിക്ക് ഇറക്കി. കൊണാട്ടെ വാസ് സോ ബാഡ് എന്ന് പറഞ്ഞാൽ സോ ബാഡ്. സോ ലിവർപൂൾ ഇന്നലെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിലൊക്കെ ചാൻസുകൾ, ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 30 മിനിറ്റ് ഒക്കെ ലിവർപൂൾ ഗെയിമിൽ ഉണ്ടെന്നുള്ളൊരു ഫീൽ വന്നു. പക്ഷേ ആ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ അന്യ സിറ്റർ ചാൻസുകൾ നല്ല, ബട്ട് ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബെസ്റ്റ് ഓഫ് ദ ചാൻസ് ഇതായിരുന്നു. നേരെ നമുക്ക് കാണാം ഇവിടെ ഒരു ചാൻസ് നമ്മുടെ മക്കലിസ്റ്ററിന് കിട്ടുന്നുണ്ട്, ആളത് അടിച്ച് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നൊരു സിനാരി വരുന്നുണ്ട്. സോ പിന്നീടാണ് ആ ഒരു ഗോൾ വരുന്നത് കോർണർ കിക്കിലൂടെ. ആ കോർണർ കിക്ക് അനാവശ്യമായിട്ട് കൊണാട്ടെ കൊടുത്തൊരു കോർണറാണ്. അവിടെ നിന്ന് അനാവശ്യം ഒരു ആവശ്യമില്ലായിരുന്നു കൊണാട്ടയ്ക്ക് അവിടെ കോർണർ കൊടുക്കേണ്ട. അനാവശ്യമായിട്ട് കൺസിഡർ ചെയ്തൊരു കോർണർ വരുന്നു. അത് ക്ലിയർ ചെയ്യുന്നത് നേരെ മുറിയിലൂടെ കാലിലോട്ട് ചെല്ലുന്ന മുറിയിലൂടെ ഒരു സൂപ്പർ ഷോട്ട് അലിസനെ ബീറ്റ് ചെയ്യാണ്. ഇവിടെ മേ ബി അവിടെ ഓഫ് സൈഡ് പൊസിഷനിലാണോ, അലിസന്റെ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയത്തില്ല. ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടാണ് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത് റോബർട്ട്സിൻ്റെ കാര്യത്തിൽ. സോ ലിവർപൂൾ ഫാൻസ് വിൽ ബി ഫീലിംഗ് ഓക്കെ അവിടെ ഇത് തോന്നാം. പക്ഷെ അവിടെ നമുക്ക് കാണാം, അലിസന് കാണാം ഷൂട്ട് ചെയ്യുന്നത്. സോ 50-50. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത നിമിഷം അനദർ കേസിനാര് ക്രോസ് ബോക്സിലോട്ട് വരുന്നു. അവിടെ കൊണാട്ടെ എന്താണ് കാണിച്ചത്, അവിടെ ഇഗോർ ജീസസിന്റെ കയ്യിൽ ഇടിക്കുന്നു എന്ന്. ഇഗോർ ജീസസ് അവിടെ കൺട്രോൾ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നത്. കൊണാട്ടെ അവിടെ ടെറിബിൾ പീസ് ഓഫ് ഡിഫെൻഡിങ് ആണ് കൊണാട്ടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ അവിടെ ഇഗോർ ജീസസിന്റെ കയ്യിൽ ഇടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല. ഇത് VAR ഇതിലാണേലും നമുക്ക് ക്ലിയർലി അത് കയ്യിൽ ഇടിക്കുന്നു എന്ന് കൺഫേം ആവുന്നില്ല. പക്ഷെ അതൊരു റെഫറി ഒരു ഗസ് എടുക്കുകയാണ്, അത് ഹാൻഡ് ബോൾ വിളിക്കുന്നു. അവിടെ അത് ഓവർ ടൈം ചെയ്യണം. ഓക്കെ, ലിവർപൂൾ അവിടെ ലക്കി ആയെന്നുള്ളൊരു ഫീല്. പക്ഷേ അത് ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും കളി കയ്യിൽ നിന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ലിവർപൂളിൻ്റെ. ആ തേർഡ് ഗോൾ ലിവർപൂൾ കൺസീഡ് ചെയ്ത ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. അവിടെ 3 vs 2 സിനാരിയോ ആണ്. അവിടെ നോക്കുക, അവിടെ നിങ്ങൾ ആ ഒരു സ്പേസ് നോക്കുക. അവിടെ സവോണനെ നിങ്ങൾക്ക് ഇപ്പം കാണാം, അവിടെ കോഡി ഗാക്പോ ആളെ നോക്കുന്നുണ്ട്. ഓക്കെ, ഹീസ് കവേർഡ് എന്നുള്ള ഒരു സിനാരിയാണ്. ലിവർപൂളിന് അഗെയിൻസ്റ്റ് ഈ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. സോ ഇവിടെ വില്യംസിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും അവിടെ ആൾ കംഫർട്ടബിളി ടേൺ ചെയ്ത് ബോക്സിലോട്ട് കിടക്കുകയാണ്. ആ ഒരു സ്പേസ് ചെയ്യുന്നത് അവിടെ ലിവർപൂൾ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സിനാരിയാണ്. അവിടെ നിന്ന് കംഫർട്ടബിളി കയറുന്നു. ആ ബോക്സിലോട്ട് ക്രോസ് വരുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, അവിടെ ഗ്യാപ്പ് ആളുടെ മാർക്കറെ വിടുകയാണ്. സവോനയ്ക്ക് കംഫർട്ടബിളി ആളുടെ കാലിലോട്ട് കിട്ടുന്ന ആളത് ഫിനിഷ് ചെയ്യുകയാണ്. പുവർ പീസ് ഓഫ് മാർക്കിംഗ്, പുവർ പീസ് ഓഫ് പ്രസിങ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡൗട്ട് ആവുകയാണ്. ഇത് എല്ലാ മാച്ചും കാണുന്നതാണ്. ബോൾ വാച്ച് ചെയ്യുകയാണ്, പ്ലേയേഴ്സിനെ വിടുകയാണ് ലിവർപൂൾ. ഈ ലാസ്റ്റ് മാച്ചിന് നമ്മൾ കണ്ടു, ആ ഇൻറ്റൻസിറ്റി കൊടുക്കുന്നുമില്ല, ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അതായത് ഓഫ് ദ ബോൾ പ്ലെയറുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനെ. അവിടെ സവോനയുടെ ഗ്യാപ്പോ കവേർഡ് ആണ് ഫസ്റ്റ്. പക്ഷേ ബോക്സിലോട്ട് ബോൾ വരുമ്പോഴേക്കും ഗ്യാപ്പോ എവിടെയോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ പ്ലെയർ എവിടെയോ. അടുത്ത കേസിന് തേർഡ് ഗോൾ ഒരു ഫ്രീ കിക്ക് വരുവാണ്.
ബോൾ ഓവർ ദ ടോപ്പ് കൊടുക്കുവാണ്, നേരെ ഹച്ചിൻസന്റെ കാലിലോട്ട് കിട്ടുവാണ്. അവിടെ ഹച്ചിൻസൺ കാലിൽ കിട്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം എടുത്ത് ആ ട്രിപ്പിൾ ചെയ്ത് ആ 2 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് ബോക്സിലോട്ട് കയറുവാണ്. ഇവിടെ ആ ബോക്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഷോട്ട് എടുക്കുന്ന അലിസൺ സേവ് ചെയ്യാണ്. ഈ ഒരു കേസ് സിനാരിയോയിൽ അവിടെ മോർഗൻ ഗിബ്സുമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് ഹച്ചിൻസൺ അറിയുന്നുണ്ട്. എവിടെ പ്ലേയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്ത് വന്നിട്ടില്ല, എവിടെ സബോസ്ലായി, എവിടെ ഗ്രാംബർഗ്, എല്ലാം നമ്മൾ ഗ്രാംബർഗ് അല്ല സോറി എവിടെ ജോൺസ്, എല്ലാം നമ്മൾ ചോദിക്കേണ്ട ഒരു സിനാരിയോ ഉണ്ട്. കാരണം ഗ്രാംബർഗ് ഡിഫൻസിലോട്ട് വന്നിരുന്നു. സോ അവിടെ ഗിബ്സ് വൈറ്റിന്റെ കാലിലോട്ട് കിട്ടുമ്പോഴേക്കും ആൾ കംഫർട്ടബിളി ഷോട്ട് എടുക്കുന്നു, 3-0 ആക്കുവാണ്. അവിടെ ഗിബ്സ് വൈറ്റിനെ മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഫസ്റ്റ് ടൈം സ്പീഡ് നടന്ന സംഭവമല്ല. ഹച്ചൻസന്റെ കാലിൽ ബോൾ കിട്ടിയിട്ട് ആൾ കുറച്ച് സെക്കൻഡ്സ് എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് കയറി ഷോട്ട് എടുക്കുന്നുണ്ട്. അത്രയും ടൈമുണ്ട്. പക്ഷേ ലിവർപൂൾ പ്ലേയേഴ്സ് ബോക്സിലോട്ട് വരുന്നില്ല. അവരവിടെ ഓക്കെ 2-0 പുറകിലാണ്, ഗോൾ അടിക്കണം, പക്ഷെ 3-0 ആക്കാതെ നോക്കേണ്ട ആവശ്യമില്ല. അത് പ്ലേയേഴ്സും കോച്ചും തമ്മിൽ ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ആ ഡ്രസ്സിംഗ് റൂം ലോസ് ആയോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം പ്ലേയേഴ്സ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. ഒരു കോച്ചിന് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഹി ഹാസ് ലോസ് ദ ഡ്രസ്സിംഗ് റൂം എന്നൊരു സിനാരി വരാം. സോ എന്താണ് ലിവർപൂളിന് സംഭവിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഐ തിങ്ക് ഈസി ആയിരിക്കത്തില്ല. സ്ലോട്ട് സാക്കിനെ കുറിച്ചൊക്കെ ഇപ്പം ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ടോപ്പ് 5 കിട്ടത്തില്ല എന്ന് കൺഫേം ആകുന്ന ഒരു സിനാരിയോ വരുന്നതല്ലാതെ ഇപ്പോൾ ഉടനെ സാക്കിയൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടെ നമ്മൾ നേരെ സിറ്റി മാച്ചിലോട്ടൊന്ന് പോകാനായിട്ടാണ്. സിറ്റി 2-1 സെയിൻറ്റ് ജെയിംസ് പാർക്കിൽ ചെന്ന് തോറ്റിട്ടുണ്ട്. എഡി ഹൗ ഫസ്റ്റ് ടൈമാണ് 18 അറ്റംപ്റ്റ്സിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് പെപ് ഗോർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റീനെ തോപ്പിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഇന്നലത്തെ മാച്ച് എങ്ങനെ പോയെന്നുള്ള കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്റ്റാറ്റ്സ് കാണാം. മാൻ സിറ്റി 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്തു. അവർ 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 4 മിസ് ചെയ്തു. സോ ഇന്നലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ എസ്പെഷ്യലി ആരേറ്റവും കൂടുതൽ മിസ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു മത്സരമായിരുന്നു. പക്ഷേ ഇതേ വെർ മോർ കമ്മിറ്റഡ്. നമ്മുടെ കാണുവാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് പ്ലേയേഴ്സ് വെർ മോർ കമ്മിറ്റഡ്. ലൈനപ്പ് നോക്കുവാണെങ്കിൽ ഇന്നലെ സിറ്റി അടുപ്പിച്ച് 3ാമത്തെ മാച്ചിൽ സെയിം ലൈനപ്പ് ഇറക്കി. അപ്പുറത്തിൽ ന്യൂകാസിലെ ലൈനപ്പ് നോക്കുവാണെങ്കിൽ പ്രട്ടിമേഴ്സ് സോങ്ങസ്റ്റ് ലൈനപ്പ്, ലിവറമെൻറ്റോയും ലൂയിസ് ഹാളും സ്റ്റാർട്ട് ചെയ്തു. അത് ഗെയിം ചേഞ്ചേഴ്സ് ആയിരുന്നു. സിറ്റിയുടെ ബിഗ്ഗസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള ഏരിയ അവർ വൈഡ് ഏരിയ എന്നാണ്. വൈഡ് ഏരിയ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുവാണ്, എസ്പെഷ്യലി ട്രാൻസിഷനിൽ സാധിക്കുവാണെങ്കിൽ അവിടെ സ്പേസസ് ഉണ്ട്. സിറ്റി സെൻട്രലിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. വൈഡിൽ ഇഫ് യു ആർ ഗുഡ് പ്ലേയേഴ്സ്, എസ്പെഷ്യലി ക്രോസ് ബോക്സിലോട്ട് ഇടാനായിട്ട് പറ്റുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. സിറ്റിയുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ അതായിരുന്നു. എസ്പെഷ്യലി ബോൾ സിറ്റി ചീപ്ലി ഗീവ് അവേ ലൂസ് ചെയ്യുമ്പോഴേക്കും ട്രാൻസിഷനിൽ 1 or 2 പാസിൽ ഈസിലി ഫൈനൽ തേർഡിലോട്ട് എത്താൻ, എസ്പെഷ്യലി വൈഡ് ഏരിയാസിലെ ഫൈനൽ തേർഡിലോട്ട് എത്താനായിട്ട് ഈസിലി സാധിക്കുന്നുണ്ടായിരുന്നു. ന്യൂകാസിലിന് അവിടെ നിന്ന് നല്ല ക്രോസുകൾ വരുന്നു, നിക്കോ ഓട്ടമേഡിന് ചാൻസുകൾ കിട്ടുകയും ചെയ്തു. സോ അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടത്. കൂടാതെയാണ് നമ്മൾ പറഞ്ഞ മറ്റൊരു ചാൻസ് വരുന്ന ക്രോസ് വൈഡിൽ നിന്ന് വരുന്നു. അവിടെ നിക്കോ ഓട്ടമേഡിൻ്റെ ഒരു ഹെഡർ, ഡൊണറൂമയുടെ ഒരു കിഡിലൻ സേവ്. അതുപോലെ തന്നെ മാച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ചാൻസുകൾ 2 ടീമും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ ഡൊണറൂമ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ സിറ്റിനെ ഗെയിമിൽ കീപ്പ് ചെയ്യുന്ന സിനാരിയോ ആണ് നമ്മൾ കണ്ടത്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ സിനാരിയോ ഇതാണ്. ബോൾ ബോക്സിലോട്ട് വരുന്നു, അവിടെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ അവിടെ കമ്പൈൻ ചെയ്യുകയാണ്. ഡോക്കു ആണെന്ന് തോന്നുന്നു. ഡോക്കു ഫൈൻഡ് ചെയ്യുന്നു നമ്മുടെ ഫോഡൻ അവിടെ ഷോട്ട് എടുക്കുമ്പോഴേക്കും ഷാർ വന്ന് ടാക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അവിടെ ഷോട്ട് ഫോഡൻ എടുത്തതിന് ശേഷമാണ് വന്ന് കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ കോൺടാക്ട് നോക്കുക വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റാണ്. സ്റ്റഡ് ഇട്ട് വന്ന് ഹീലിൽ തന്നെയാണ് ആൾ ചവിട്ടുന്നത്. സോ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൗളാണ്. പക്ഷേ അവിടെ റൂള് പ്രകാരം അവിടെ ആൾ ആ ഒരു ഷോട്ട് എടുത്തു, ആ ഒരു ആക്ഷൻ നടത്തി. സോ അതുകൊണ്ടാണ് പെനൽറ്റി കിട്ടാൻ. പക്ഷേ അത് ബിറ്റ് ഹാർഷാണ്. കാരണം ഇത് പിച്ചിൽ വേറെ എവിടെ ആണെങ്കിലും ക്ലിയർ എല്ലോ ആണ്, മിനിമം ഒരു എല്ലോ ആണ്. സോ അവിടെ ഷോട്ട് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാതെ ക്ലിയർ അഗ്രസീവ് ഫൗൾ തന്നെയാണ് ആൾ കമ്മിറ്റ് ചെയ്തത്. പിന്നെ കൂടാതെ മറ്റ് പല സിനാരിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. അവിടെ ഒരു ട്രാൻസിഷനിൽ ഇത് തന്നെയാണ് പറയുന്നത്. ബോൾ ലൂസ് ചെയ്യുന്നു സിറ്റി, വൈഡിലൂടെ പ്ലേയേഴ്സ് റൺ നടത്തുന്നു, മെർഫിയൊക്കെ റൺ നടത്തുന്നതാണ്, ബേൺസ് റൺ നടത്തുന്നതാണ്. സോ അവിടെ നേരെ നിക്കോ ഓട്ടമേനിലോട്ട് ബോൾ ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോൾ വരികയാണ്. അവിടെ നിക്കോ ഓട്ടമേൻ്റെ ഷോട്ട് വീണ്ടും ഡൊണറൂമ സേവ് ചെയ്ത് സിറ്റീനെ ഗെയിമിൽ കീപ്പ് ചെയ്യുകയാണ്. പിന്നീടാണ് ഗെയിമിലെ വൺ ഓഫ് ദ സിറ്റർ മിസ് ഹാർവി ബാൺസ് നടത്തുന്നത്. സോ ആ ഒരു കേസ് സിനാരിയോയിലും വൈഡിലൂടെ ഒരു ക്രോസ്, അത് ഓഫ് സൈഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ എന്നാലും ക്രോസ് വീണ്ടും വൈഡിലൂടെയുള്ള ക്രോസ്, വൈഡ് ഏരിയാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യണം. വൈഡിലൂടെ ഒരു ക്രോസ് ഹാർവി ബാൺസിലോട്ട് വരുന്നു. ഹാർവി ബാൺസിൻ്റെ ഒരു സിറ്റർ മിസ് നമ്മൾ കാണുവാണ്. സോ ഇതിനിടയ്ക്ക് ഡൊണറൂമ 2 നല്ല സേവുകൾ നടത്തുന്നു, ഒരു സിറ്റർ മിസ് ഹാർവി ബാൺസ് നടത്തുന്നു. സോ എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ ലിവറമെൻറ്റോ വാസ് ടോപ്പ് നോച്ച്, ലൂയിസ് ഹോളും ടോപ്പ് നോച്ച് ആയിരുന്നു. 2 പ്ലേയേഴ്സും വൈഡിലൂടെ ത്രെട്ടായിരുന്നു. കൂടെ മർഫിയുടെയും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ബാൻസ് കുറച്ച് വേസ്റ്റ്ഫുൾ ആയിരുന്നതിന് സെക്കൻഡ് ഹാഫിലോട്ട് ബാൻസും ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് തുടങ്ങി. സോ വൈഡ് ഏരിയാസ് ശരിക്കും സിറ്റിയുടെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. കൂടാതെ ബ്രൂണോ ഗമാരസ്, ടൊണാലി, ജോ ലിൻഡൻ ടോപ്പിലായിരുന്നു. സിറ്റി മിഡ്ഫീൽഡിൻ്റെ മേൽ ഫിസിക്കലി അവർ കൂടുതൽ അഗ്രസീവ് ആയിരുന്നു, കൂടുതൽ പ്രസ് അവർ നടത്തുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. സിറ്റി മോശമായിരുന്നു എന്നല്ല, പക്ഷേ നമുക്കറിയാം കുറച്ചുകൂടെ കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് കണ്ടു. അവർ ബോൾസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അഗ്രസീവ് ആവുമായിരുന്നു. സോ അത് റിയലി ഹെൽപ്പ് ചെയ്തു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ.
ന്യൂക്കാസിലിനെ. അതൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഹാളണ്ടിനെ 2-1 അവർ ക്വയറ്റാക്കി നിർത്തി. സോ സിറ്റിക്ക് കുറച്ച് വറിയിങ് ആയിട്ടുള്ള കാര്യം ഇതായിരിക്കും. ഹാളണ്ട് ഗെയിമിൽ ക്വയറ്റാണെങ്കിൽ മറ്റൊരു ഏരിയയിൽ നിന്ന് ഗോൾ വരത്തില്ല, ഒരു ഗോൾ സ്കോറിംഗ് ത്രെട്ട് വരത്തില്ല, കൂടുതൽ ചാൻസുകൾ വരത്തില്ല എന്നുള്ളൊരു സിനാരിയോ. ഇന്നലെ മാലിക് തിയാവും ഷാർ, എസ്പെഷ്യലി തിയാവോ ഫിസിക്കലി പല മൊമെന്റ്സിലും നമ്മൾ ഹാളണ്ടിനെ ചില സിറ്റുവേഷനിൽ ബുള്ളി ചെയ്യുന്ന നമ്മൾ കണ്ടു. സോ മാലിക് തിയാവ് കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ഇതിനിടയ്ക്ക് രണ്ട് നല്ല ചാൻസ് സിറ്റിയും ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹാളണ്ടിന് ഇപ്പം നിക്കോറേലിയും ഡോക്കും കൂടെ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ഹാളണ്ടോട്ട് വരുന്ന ഹാളണ്ട് ഈ ഒരു കേസ് സിനാരിയോയിൽ ഫിനിഷ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹാളണ്ടിൻ്റെ ഷോട്ട് നേരെ നിക് പോപ്പിൻ്റെ കാലിലോട്ടാണ് പോകുന്നത്, അത് അവിടെ സേവ് ചെയ്യാണ്. പക്ഷേ ബെസ്റ്റ് ചാൻസ് കിട്ടിയത് ഫിൽ ഫോഡനാണ്. സോ അവിടെ വീണ്ടും നമുക്ക് കാണാം ചെർക്കിയും ഫോഡനോടെ കമ്പൈൻ ചെയ്യുന്നു. ചെർക്കി ബോക്സിലോട്ട് കിടക്കുന്നു, ആൻഡ് ചെർക്കി അവിടെ കട്ട് ചെയ്യുവാണ്, നേരെ ഫോഡൻ്റെ കാലിലോട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഇവിടുന്ന് നമ്മൾ ഫോഡൻ ഫിനിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഫോഡൻ ഷോട്ട് എടുക്കുന്നത് വൈഡിലോട്ട് പോവാണ്. അവിടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, അത് മിസ് ചെയ്യുകയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫിൽ ഫോഡൻ. സോ അവിടുന്ന് നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഹാഫ് വീണ്ടും തുടങ്ങുന്നു. അതും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. മർഫിയുടെ ഫസ്റ്റ് ടൈം ക്രോസ് ഇൻ ടു ദ ബോക്സ് നമ്മൾ കാണുന്നത് നേരെ നിക്കോ ഓട്ടമേൻ്റെ കാലിലോട്ടാണ് വരുന്നത്. വീണ്ടും നിക്കോ ഓട്ടമേൻ്റെ ഷോട്ട് അവിടെ സേവ് ചെയ്യുകയാണ് ആര്, ജിജി ഡൊണറുമ. സോ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ത്രെട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ന്യൂക്കാസിൽ തുടങ്ങുന്നത്. സോ വൈഡ് ഏരിയയിലോട്ടുള്ള ക്രോസുകൾ, വൈഡ് ഏരിയയിൽ നമുക്കറിയാം അവർ കമ്മിറ്റി മത്തേസ് യുനസിൻ്റെ കുറച്ച് റിക്കവറി പേസ് ഇഷ്യൂ എന്നേരം എടുത്ത് കാണാമായിരുന്നു. നമുക്കറിയാം നിക്കോറേലിയും ഡോക്കും തമ്മിൽ ഇൻ്റർചേഞ്ച് നടത്തും. സോ അവർ അത്യാവശ്യം പുഷ് ചെയ്യും. സോ വൈഡ് ഏരിയാസാണ് സിറ്റി കുറച്ച് ഓപ്പൺ ആക്കി ഇടുന്നത്. സോ അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ സിറ്റി ബീറ്റ് വൾണറബിൾ ആവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഇന്നലെ എടുത്ത് കാണിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോൾ. ആൻഡ് നമ്മൾ നോക്കുമ്പം ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്ന സിനാരിയോ. സോ ആ ഫസ്റ്റ് ഗോൾ വരുമ്പോഴേക്കും അവിടെ ബ്രൂണോ ഗമാറസ് ബോളുമായിട്ട് കയറുമ്പോഴേക്കും അവിടെ സിറ്റിയുടെ ധാരാളം നമ്പേഴ്സ് ഉണ്ട് ബ്രൂണോ ഗമാറസ് വരുന്നത്. മേ ബി അവിടെ ഒരു ടാക്ടിക്കൽ ഫൗൾ കമ്മിറ്റ് ചെയ്യായിരുന്നു, ചെയ്യുന്നില്ല. ബ്രൂണോ ഗമാറസ് നൈസ്ലി അത് ബാൻസിൻ്റെ കാലിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ബാൻസിൻ്റെ ഒരു സൂപ്പർ ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സ്, ഡൊണറൂമ ബീറ്റഡ് ആവുകയാണ്, 1-0 ലീഡ് എടുക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ മറ്റൊരു കോർണർ കിക്ക് സിനാരിയോയിലൂടെ റൂബൻ ഡിയാസ് ഫിനിഷ് ചെയ്തുകൊണ്ട് സിറ്റി 1-1 ആക്കുകയാണ്. മാൻ ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. കുറച്ച് വീണ്ടും സെക്കൻഡ്സുകൾ മാറ്റി നിർത്തി മറ്റൊരു കോർണർ കിക്ക് വിൻ ചെയ്യാണ് ന്യൂക്കാസിൽ. ആൻഡ് അത് ജോണറൂമ പഞ്ച് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ക്ലിയർ ആവുന്നില്ല, അത് സിറ്റിക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ഇവിടെ മേ ബി സിറ്റിക്ക് ആ ക്ലിയർ ചെയ്യാൻ അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് വൈഡിലോട്ട് മർഫിയുടെ കാലിലോട്ട് വരുന്നു. മർഫിയുടെ ക്രോസ് ബോക്സിലോട്ട് വരുന്നു, അത് ഫസ്റ്റ് ടൈം വിൻ ചെയ്യുന്നു. നേരെ ബ്രൂണോ ഗിമാറസിലോട്ട് ചെല്ലുന്നു. ആൻഡ് ബ്രൂണോ ഗിമാറസിൻ്റെ ഹെഡർ ബാറിൽ തട്ടി നേരെ ചെല്ലുന്നത് നമ്മുടെ ബാൻസിൻ്റെ കാലിലോട്ടാണ്. ആൻഡ് ബാൻസ് അവിടെ ഫിനിഷ് ചെയ്യണം. സോ ഇവിടെ ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അവിടെ ബ്രൂണോ ഗിമാറസ് ഓഫ് സൈഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അവിടെ സിറ്റിയുടെ പ്ലെയറിൻ്റെ ഷോൾഡർ ലൈൻ വെച്ചാണ് അത് അളന്നിരിക്കുന്നത്. സോ ആ ലൈൻ ഇട്ടിരിക്കുന്നത് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ ഒരു കോൺട്രവേഴ്സി ഇപ്പം നടക്കുന്നുണ്ട്. സോ VAR ചെക്കിലൂടെ അത് ആ ഷോൾഡർ ലൈൻ വെച്ച് നോക്കിയപ്പം ഇൻസൈഡ് ആണ്, പക്ഷേ നെയ്ക്കഡ് അതിലൂടെ നോക്കിയപ്പോൾ അത് ഓഫ് സൈഡ് ആണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ VAR അത് ഓഫ് സൈഡ് അല്ല എന്നുള്ളൊരു ഡിസിഷൻ വെച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ പേരിലൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. സോ ഈ മാച്ചിൽ ആ ഒരു കോൺട്രവേഴ്സി മേ ബി ഫോഡൻ്റെ അത് കോൺട്രവേഴ്സി അല്ല, കാരണം അത് റൂൾ പ്രകാരം ഷോട്ട് എടുത്തതിനാൽ തന്നെ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഈ പ്ലെയർ ഷോട്ട് എടുത്ത് കഴിഞ്ഞെങ്കിൽ അത് പെനൽറ്റി പിന്നെ കൊടുക്കത്തില്ല. സോ ഈ രണ്ട് സിനാരിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ സിറ്റി 2-1 തോറ്റിരിക്കുകയാണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തി, പക്ഷേ എന്നാലും കാര്യമായിട്ട് സിറ്റിക്ക് പിന്നെ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കംഫർട്ടബിളി എന്നല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് ന്യൂക്കാസിൽ 2-1 വിക്ടറി എടുത്തുകൊണ്ട് തന്നെ പോയി. സോ സിറ്റി ഇന്നലെ ജയിക്കുവാണെങ്കിൽ 1 പോയിന്റ് ഗ്യാപ്പ് ആക്കായിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ വേഴ്സ്റ്റ് ഡിഫീറ്റ് ഫോർ സിറ്റി. സിറ്റിക്ക് ഭയങ്കര വേഴ്സ്റ്റ് ആണെന്നല്ല, കാരണം സെയിം ജെയിംസ് പാർക്കിൽ ചെന്ന് കളിക്കുക ഈസി അല്ല. ആൻഡ് പ്ലേയേഴ്സ് കുറച്ച് ഈ ന്യൂക്കാസിൽ പ്ലേയേഴ്സിൻ്റെ കാര്യം ഇതാണ്, അവർ കുറച്ചുകൂടെ എനർജറ്റിക് ആണ്, ഗെയിം ചേഞ്ചറാണ്. അവർക്ക് ആ റെസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. കൂടാതെ ലൂയിസ് ആളും ലിവർമെൻ്റെയും സെയിം ടൈം പിച്ചിൽ ഉണ്ടായിരുന്നതും ഹെൽപ്പ് ചെയ്തു, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. സോ ലെറ്റ്സ് ഇന്ന് ആർസണൽ നോർത്ത് ലണ്ടൻ ഡർബി ജയിക്കുവാണെങ്കിൽ 7 പോയിന്റ് ഗ്യാപ്പ് ആക്കാം. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അത്ലറ്റിക്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ചെൽസി ഇന്നലെ 2-0 ബേൺലിനെ അവേ തോപ്പിച്ചുകൊണ്ട് ചെൽസി പോയിന്റ്സ് ടേബിളിൽ സെക്കൻഡ് ആയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം, കൈസുഡോയ്ക്ക് അവർക്ക് ഫുൾ റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. പെഡ്രോ നെറ്റോ ഫസ്റ്റ് ഹാഫിലും എൻസോ ഫെർണാണ്ടസ് സെക്കൻഡ് ഹാഫിലും നേടിയ ഗോളാണ് ചെൽസിക്ക് കംഫർട്ടബിൾ വിക്ടറി നേടിക്കൊടുത്തത്. കൂടാതെ മറ്റു കുറച്ച് മാച്ചുകൾ നോക്കാനാണ് PSG 3-0 ഒരു വിക്ടറി കംഫർട്ടബിളി നേടി. നാപ്പോളി 3-1 അറ്റ്ലാന്റയെ തോപ്പിച്ചു. അതുപോലെ തന്നെ യുവൻറ്റസ് 1-1 ഫിയോറന്റീനയായിട്ട് സമനിലയിൽ പിരിഞ്ഞു. അതിനെടുത്ത് പറയേണ്ട കാര്യം, ഇന്നലെ പ്രീമിയർ ലീഗിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചിൽ ഫുള്ളാം 1-0 ഒരു വിക്ടറി സണ്ടർലാൻഡ് അഗെയിൻസ്റ്റ് നേടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇന്നലെ അങ്ങനത്തെ കുറച്ച് മാച്ചുകൾ നടക്കുന്നുണ്ടായിരുന്നു. ബോൺമുത്ത് സമനിലയിൽ പിന്നെ 2-2. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ഉണ്ടായിരുന്നു. 2-0 ഫ്രൈബർഗ് ലീഡ് എടുത്തതിന് ശേഷം ബയൺ വീണ്ടും പണി വാളുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഒരു 1.5 ക്വസ്റ്റ്യൻ ആയിപ്പോയി, കാരണം 6 ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് തകർത്താടി ബയൺ മ്യൂണിക്ക്. എടുത്തു പറയേണ്ട കാര്യമാണ്. 8 പോയിന്റ് ലീഡായിട്ടുണ്ട് സെക്കൻഡ് നിൽക്കുന്ന ലെവർകൂസൻ്റെ മേൽ. കാരണം ഇന്നലെ സ്റ്റുട്ട്ഗാർട്ടുമായിട്ട് ഡോർട്ട്മുണ്ട് 3-3 സമനിലയിൽ പിരിഞ്ഞു.
ഒലീസ ഇന്നലെ 3 അസിസ്റ്റും 2 ഗോളും, ഹാരി കെയിൻ്റെ ഗോൾ വന്നു, നിക്കോളാസ് ജാക്സൺ കാള് സ്കോർ ചെയ്തു. സോ എല്ലാവരും സ്കോർ ചെയ്തു. 6-2 ഒരു കംഫർട്ടബിൾ വിക്ടറി ഇവഞ്ച്വലി എത്താൻ. അടുത്തത് ഇന്ന് ആർസണൽ ജയിക്കുകയും കൂടെ ആണെങ്കിൽ നെക്സ്റ്റ് ബയൺ വേഴ്സസ് ആർസണലാണ്. അതും എമറേറ്റ്സിൽ അടിപൊളി മാച്ചായിരിക്കും. സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.